ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മഞ്ഞ കളറിലുള്ള ഒരു വാഴയ്ക്ക കറി ഉണ്ടാക്കിയാലോ. അതിന് കുറച്ച് തേങ്ങ മഞ്ഞപ്പൊടി ഇട്ട് അരച്ചെടുക്കുക. അതേ സമയത്ത് ഒരു പാത്രത്തിൽ കുറച്ച് പരിപ്പ് വേവിക്കാനിടുക. പരിപ്പ് തിളച്ച് പോവാതിരിക്കാൻ അതിലൊരു തുൽപ്പം എണ്ണ ഒഴിക്കുക. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇനി നമുക്ക് പച്ചക്കറി അരിയാം. ഇതിൻ്റെ ക്രെഡിറ്റ് ഫുൾ മദർ ഇൻ ലോനാണ് കേട്ടോ. അവരാണ് പ്രിപ്പറേഷൻ. അപ്പം നമുക്ക് ആവശ്യം വെറും വാഴയ്ക്കയും തക്കാളിയും മാത്രം. അത് നന്നായി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് പരിപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പരിപ്പ് ഒരുവിധമായിട്ടുണ്ട്. കട്ട് ചെയ്ത വാഴയ്ക്ക് അതിലേക്ക് ചേർക്കാം. അതിനുശേഷം തക്കാളി കട്ട് ചെയ്ത് അതും കൂടെ അതിലേക്ക് ചേർക്കാം. അപ്പോൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കുക. ഒപ്പം 1 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് ഉപ്പും ചേർത്ത് ഒന്നും കൂടെ ഇളക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, അതായത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചത് ഇതിലേക്ക് മിക്സ് ചെയ്ത് ഇളക്കുക. വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. കറി ഏകദേശം റെഡിയാവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് തളിക്കാൻ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ആ താളിച്ച മിക്സ് ഈ കറിയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. മഞ്ഞ കളറുള്ള വാഴയ്ക്ക കറി നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.